കേരള കലാമണ്ഡലത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ തീരുമാനം റദ്ദ് ചെയ്ത സാംസ്കാരിക വകുപ്പ്. രജിസ്ട്രാറുടെ ഉത്തരവ് റദ്ദ് ചെയ്യാൻ നിർദ്ദേശം നൽകി. കെ രാധാകൃഷ്ണൻ എംപിയും മന്ത്രി സജി ചെറിയാനും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? മറ്റ് വിശദാംശങ്ങളും കൂടി. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ കലാമണ്ഡലത്തിലുള്ള കൂട്ടപ്പിരിച്ചുവിടലിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. പ്രത്യേകിച്ച് ഈ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ഒരു സ്ഥാപനത്തിലെ ഏതാണ്ട് 120ഓളം വരുന്ന ജീവനക്കാരെയാണ് ഇത്തരത്തിൽ പിരിച്ചുവിട്ടത്. ജീവനക്കാർക്കും കുടുംബത്തിനും വളരെ വലിയ ഒരു ആശങ്ക ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല, പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് കലാമണ്ഡലം പോലെയുള്ള ഒരു കലാസാംസ്കാരിക കേന്ദ്രത്തിൽ ഇത്തരമുള്ള ഒരു കൂട്ടപ്പിരിച്ചുവിടലിനെതിരെ പ്രത്യേകിച്ച് സാംസ്കാരിക മേഖലയിൽ നിന്നും വലിയ ഒരു എതിർപ്പ് ഉയർന്നിരുന്നു. ഏതാണ്ട് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിനെതിരെ തന്നെ പ്രതിഷേധം ഉയർന്നതോടുകൂടി തന്നെയാണ് ഇപ്പോൾ ആ ഒരു തീരുമാനം റദ്ദ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സാംസ്കാരിക വകുപ്പ് മന്ത്രി എത്തിയിട്ടുള്ളത്. ഈ രജിസ്ട്രാറുടെ, അതായത് തീരുമാനമെടുത്ത രജിസ്ട്രാറുടെ ഉത്തരവ് റദ്ദ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ജനപ്രതിനിധികളും ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇത്തരത്തിലൊരു ധാരണയിലേക്ക് എത്തിയത് എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. യെസ്, അത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കേരള കലാമണ്ഡലത്തിലെ കൂട്ടപ്പിരിച്ചുവിടൽ തീരുമാനം റദ്ദ് ചെയ്തിരിക്കുകയാണ് സാംസ്കാരിക വകുപ്പ്. രജിസ്ട്രാറുടെ ഉത്തരവ് റദ്ദ് ചെയ്യാൻ നിർദ്ദേശം നൽകി. കെ രാധാകൃഷ്ണൻ എംപിയും മന്ത്രി സജി ചെറിയാനും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. ആനന്ദ് പുത്തൂറാണ് വിശദവിവരങ്ങൾ നൽകിയത്.